വന്യജീവി ആക്രമണങ്ങളെയും അനുബന്ധ സമരങ്ങളെയും രൂക്ഷമായി വിമർശിച്ച മുൻ എംഎൽഎ പി.വി. അൻവർ രംഗത്ത്. ആശുപത്രിയിലേക്കുള്ള റോഡുകൾ ഉപരോധിച്ചുള്ള പ്രകടനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത അൻവർ ഇത് കേവലം പ്രകടനപരത മാത്രമാണെന്ന് ആരോപിച്ചു. ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രസ്താവനകളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ആശുപത്രി റോഡ് ഉപരോധിച്ചല്ല പ്രകടനങ്ങൾ നടത്തേണ്ടതെന്നും ഇന്നലെ നിലമ്പൂരിൽ കണ്ടത് പ്രകടനപരത മാത്രമാണെന്നും ആശുപത്രി റോഡ് പോലും ഇവർ ബ്ലോക്കാക്കിയെന്നും ഇന്നലെ ഇവരൊക്കെ എവിടെയായിരുന്നുവെന്നും പി.വി. അൻവർ ചോദിച്ചു. വന്യജീവി ആക്രമണങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷമല്ലെന്നും ഇത് ഏകപക്ഷീയമായ ആക്രമണമാണെന്നും അൻവർ വ്യക്തമാക്കി. മനുഷ്യൻ ഒരു സംഘർഷവും നടത്തുന്നില്ലെന്നും ആര്യാടൻ ഷൌക്കത്ത് പറയുന്നത് തെറ്റാണെന്നും ഷൌക്കത്ത് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തെ തിരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്ന് പറഞ്ഞ അൻവർ ഇത് വന്യജീവി വിഷയം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചു. അടുത്തിടെ മമ്പാട് പന്നിയുടെ ആക്രമണത്തിൽ 3 പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. വന്യജീവി ആക്രമണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. വനം മന്ത്രി പാട്ടുപാടി നടക്കുകയാണെന്നും അൻവർ പരിഹസിച്ചു. അവർ ഇന്നലെ നടത്തിയ സമരത്തിന്റെ രീതി ആശുപത്രിയിലോടാണ് ബ്ലോക്ക് ചെയ്തത്. പല രോഗികൾക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രകടനപരത നടത്തിയവരൊന്നും ഞാൻ നിലമ്പൂരിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിലെ അഭിപ്രായവ്യത്യാസമുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ ജനങ്ങളോട് എന്തോരു സ്നേഹം. ഇപ്പോൾ ഒരാളെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ ജയിലിൽ പോയപ്പോഴൊന്നും. തെരഞ്ഞെടുപ്പ് നടന്നു അല്ല, അതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നല്ലോ, അതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മനമന്ത്രി പാട്ട് പാടാൻ നടക്കില്ലേ? കൽപ്പറ്റയിൽ ഇതേ പന്നി പുലി പിടിച്ച് അവിടെ തരുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ട് പാണ് കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രി. കണ്ടാണല്ലോ റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോഴേ നീറോ ചക്രവർത്തിമാർ വീണ വായിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് നടത്തിയവരാണ് ഇവിടുത്തെ ഫോറസ്റ്റ് മന്ത്രി. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും. അത്രയും ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. ഈ ചാനൽ നിലമ്പൂർ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.